വെൽക്കം ബാക്ക് ടു സഫയർ ഫ്യൂച്ചർ അക്കാഡമി ബോർഡ് ബൂസ്റ്റർ സീരീസ്. ഇപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കപ്പാസിറ്റൻസ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് കപ്പാസിറ്റർ ആൻഡ് ഇറ്റ്സ് വർക്കിംഗ് പ്രിൻസിപ്പിൾ. കപ്പാസിറ്റർ ആൻഡ് ഇറ്റ്സ് വർക്കിംഗ് പ്രിൻസിപ്പിൾ. Capacitor is used to store electric charges. It is used to store charges. ചാർജ് സ്റ്റോർ ചെയ്യാനാണ് കപ്പാസിറ്റർ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിന്റെ കപ്പാസിറ്ററിന്റെ ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള കഴിവായിരുന്നു അതിന്റെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഒരു കപ്പാസിറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ പല ടൈപ്പ് കപ്പാസിറ്റർ ഉണ്ട്. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, സിലിണ്ടറിക്കൽ കപ്പാസിറ്റർ, സ്ഫെറിക്കൽ കപ്പാസിറ്റർ, ഇങ്ങനെ പല ടൈപ്പ് കപ്പാസിറ്റർ ഉണ്ട്. ഓക്കെ, നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് എന്താണ് ഒരു കപ്പാസിറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഒരു കപ്പാസിറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ഇതൊരു പ്ലേറ്റ് എ ആയിരിക്കും. ഓക്കെ, ഈ പ്ലേറ്റിന് നമ്മൾ ചാർജ് നൽകുകയാണ്. ഇതിന് നമ്മൾ മാക്സിമം ചാർജ് നൽകി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ചാർജ് ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് അതിന്റെ സർഫസിലുള്ള പൊട്ടൻഷ്യൽ ഇങ്ങനെ ഇൻക്രീസ് ആയി വരും, അല്ലേ? സോ മാക്സിമം ഇതിന് കൊടുക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം ചാർജ് നൽകി. അതിന്റെ ഫലമായിട്ട് അതിന്റെ സർഫസിലുള്ള പൊട്ടൻഷ്യൽ എന്തായി? മാക്സിമായി. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ നൽകിയ ചാർജ് ക്യൂ ആണ്. കൊടുക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം ചാർജ് കൊടുത്തു. അതിന്റെ ഫലമായിട്ട് ചാർജ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ പൊട്ടൻഷ്യൽ, സർഫസിലുള്ള പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്ത് മാക്സിമായി. ആ മാക്സിമം പൊട്ടൻഷ്യലിനെ ഞാൻ വി കൊണ്ട് ഡിനോട്ട് ചെയ്തു. പൊട്ടൻഷ്യൽ മാക്സിമായി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ എ എന്നുള്ള പ്ലേറ്റിന്റെ കപ്പാസിറ്റൻസ് ഓഫ് പ്ലേറ്റ് എ, ഈ പ്ലേറ്റ് എയുടെ കപ്പാസിറ്റൻസ് എന്തായി മാറും? C = Q/V ആവും. C = Q/V ആണല്ലോ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ. ഓക്കെ, ഇനി നോക്കൂ, അടുത്ത ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് പറയുന്നതിന് മുന്നേ ജസ്റ്റ് ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കൂ. ഇവിടെ ഞാനിപ്പോ ഒരു Q1 ചാർജ് വെച്ചു, പ്ലസ് Q1. ഇതിൽ നിന്ന് ഒരു R1 ഡിസ്റ്റൻസ് അകലെ ഉള്ള പൊട്ടൻഷ്യലിന്റെ ഫോർമുല എന്തായിരുന്നു? പോയിന്റ് ചാർജ് ആണെങ്കിൽ 1/4πε0 Q/R. ഇത് Q1 R1 ആണ്. അപ്പോൾ ഇവിടെയുള്ള പൊട്ടൻഷ്യൽ വരിക 1/4πε0 Q1/R1 ആണ് വരിക. പോസിറ്റീവ് ചാർജ് ആകുമ്പോൾ പൊട്ടൻഷ്യൽ പോസിറ്റീവ് ആണ്, അല്ലേ? അപ്പോൾ പോസിറ്റീവ് ചാർജ് മാത്രമേ Q1 മാത്രമേ ഉള്ളൂവെങ്കിൽ ഇവിടെയുള്ള പൊട്ടൻഷ്യൽ ഇതാണ്. ഇനി ഈ ചാർജിന് അടുത്തായിട്ട് ഒരു നെഗറ്റീവ് ചാർജ് വന്നു എന്ന് വിചാരിച്ചോ, Q2. ഈ ഡിസ്റ്റൻസ് R2 ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഈ സ്ഥലത്ത് പോസിറ്റീവ് ചാർജിന്റെ പൊട്ടൻഷ്യൽ പ്ലസ് ഈ നെഗറ്റീവ് ചാർജിന്റെ പൊട്ടൻഷ്യൽ വരും. പൊട്ടൻഷ്യൽ സ്കേലാർ ക്വാണ്ടിറ്റി ആണ്, അല്ലേ? നേരിട്ട് അങ്ങ് ആഡ് ചെയ്യാം. അപ്പോൾ നെഗറ്റീവ് ചാർജിന്റെ പൊട്ടൻഷ്യൽ വരും. അത് എത്ര വരും? നെഗറ്റീവ് ചാർജിന്റെ പൊട്ടൻഷ്യൽ ആകുമ്പോൾ നെഗറ്റീവ് എടുക്കണം. അപ്പൊ നെഗറ്റീവ് 1/4πε0 Q2/R2 വരും. എന്ന് വെച്ചാൽ ഇവിടെ മൈനസ് ആവും. അപ്പോൾ പോസിറ്റീവ് ചാർജിന്റെ പൊട്ടൻഷ്യൽ മൈനസ് നെഗറ്റീവ് ചാർജിന്റെ പൊട്ടൻഷ്യൽ അങ്ങനെ മാറും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പോസിറ്റീവ് ചാർജ് മാത്രമേ ഉള്ളെങ്കിൽ പൊട്ടൻഷ്യൽ ഇതല്ലേ? നെഗറ്റീവ് ചാർജ് വന്നോണ്ടല്ലേ മൈനസ് സംതിങ് വന്നത്, അല്ലേ? അപ്പോൾ പോസിറ്റീവ് ചാർജ് മാത്രമായിരുന്നെങ്കിൽ പൊട്ടൻഷ്യൽ ഇപ്പോൾ ഒരു 10 വോൾട്ട് ആണെന്ന് വിചാരിച്ചോ. നെഗറ്റീവ് ചാർജും കൂടി വന്നപ്പോൾ മൈനസ് ഒരു സം ടേം വന്നു, മൈനസ് ഒരു 6 വോൾട്ട് ആണെന്ന് വെറുതെ വിചാരിക്കും. അങ്ങനെയാണ് ആൻസർ 4 വോൾട്ട് ആയി. എന്ന് വെച്ചാൽ ഇതില്ലെങ്കിൽ പൊട്ടൻഷ്യൽ എത്രയായിരുന്നു? ഇതില്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് മാത്രമായിരുന്നുള്ളെങ്കിൽ 10 വോൾട്ട് ആണ്. നെഗറ്റീവ് ചാർജും കൂടി വന്നുകൊണ്ട് 10 - 6 4 ആയി മാറി. എന്ന് പറഞ്ഞാൽ 10 എന്നുള്ളത് 4 ആയി മാറി. നെഗറ്റീവ് ചാർജും കൂടി വന്നപ്പോൾ പൊട്ടൻഷ്യൽ കുറഞ്ഞിട്ട് 4 വോൾട്ട് ആയി മാറി. എന്ന് വെച്ചാൽ നെഗറ്റീവ് ചാർജിന്റെ പ്രസൻസ് കാരണം ഇവിടെയുള്ള പൊട്ടൻഷ്യൽ എന്തായിപ്പോയി? കുറഞ്ഞുപോയി. ഇവിടെ മാത്രമല്ല, ഏതൊരു പോയിന്റിലും. അപ്പൊ പോസിറ്റീവ് ചാർജ് മാത്രമേ ഉള്ളെങ്കിൽ പൊട്ടൻഷ്യൽ ഇത്ര ഉണ്ടായിരുന്നു. നെഗറ്റീവ് ചാർജും കൂടി വന്നുകൊണ്ട് മൈനസ് സംതിങ് വന്നു. അതിന്റെ ഫലമായിട്ട് പൊട്ടൻഷ്യൽ ഡിക്രീസ് ആയിപ്പോയി. അപ്പോൾ
പോസിറ്റീവ് ചാർജിന്റെ അടുത്ത് ഒരു നെഗറ്റീവ് ചാർജ് വന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ കുറയും. പൊട്ടൻഷ്യൽ കുറയുന്ന വെച്ചാൽ അർത്ഥം 1 കൂളംബിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് അവിടെ വരെ എത്തിക്കാനുള്ള വർക്ക് കുറയും എന്നല്ലേ ഉദ്ദേശിച്ചത്. അപ്പോൾ നെഗറ്റീവ് ചാർജിന്റെ പ്രസൻസ് കാരണം എപ്പോഴും പൊട്ടൻഷ്യൽ എന്താവുക ചെയ്യുക, ഡിക്രീസ് ആവുകയാണ് ചെയ്യുക. നെഗറ്റീവ് ചാർജിന്റെ പ്രസൻസ് ഏതൊരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്താലും ആ പോയിന്റിലുള്ള പൊട്ടൻഷ്യലി കുറക്കും, ഡിക്രീസ് ആക്കും. അപ്പോൾ നമ്മളിവിടെ ഇപ്പൊ ഈ പ്ലേറ്റിന് ഞാൻ പോസിറ്റീവ് ചാർജാണ് നൽകിയത്. ഞാൻ പറഞ്ഞു മാക്സിമം ചാർജ് നൽകി, അതിന്റെ ഫലമായിട്ട് ഇതിന്റെ സർഫസിലുള്ള പൊട്ടൻഷ്യൽ മാക്സിമായി. സോ ഈ പ്ലേറ്റിന്റെ കപ്പാസിറ്റൻസ് C=Q/V എന്നാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ ഈ പ്ലേറ്റിന് അടുത്തായിട്ട് ഒരു അൺചാർജ്ഡ് കണ്ടക്ടിങ് പ്ലേറ്റ് വെച്ചു. ഒരു അൺചാർജ്ഡ് കണ്ടക്ടിങ് പ്ലേറ്റ് ഇവിടെ വെച്ചു. പ്ലേറ്റ് ബി ഇതിന് പാരലൽ ആയിട്ട് വെച്ചു. അൺചാർജ്ഡ് കണ്ടക്ടിങ് പ്ലേറ്റ് വെച്ചു. കണ്ടക്ടറാണ്, അപ്പൊ അതിനുള്ള ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും, ഇതിലുള്ള കണ്ടക്ടറിലുള്ള ഫ്രീ ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യും. സോ ഫ്രീ ഇലക്ട്രോൺ എല്ലാം ഇങ്ങനെ ഷിഫ്റ്റിംഗ് നടക്കും. ഫ്രീ ഇലക്ട്രോണിനെ ഇത് അട്രാക്ട് ചെയ്യല്ലോ. അപ്പോൾ ഈ ഭാഗം പോസിറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ഫ്രീ ഇലക്ട്രോൺ ഇവിടുന്നല്ലേ ലോസ് ആണ്, അപ്പൊ ഇവിടെയാണ് വരുന്നത്. അപ്പൊ ഈ ഭാഗത്ത് നെഗറ്റീവ് ചാർജ് ഇൻഡ്യൂസ്, ഇങ്ങനെ ഉണ്ടാകുന്ന ചാർജിന്റെ പേരാണ് ഇൻഡ്യൂസ്ഡ് ചാർജസ് അല്ലെ. അപ്പോൾ ഫ്രീ ഇലക്ട്രോൺ ഇങ്ങനെ ഷിഫ്റ്റിംഗ് ആണ് ഇതിന്റെ അട്രാക്ഷന്റെ ഫലമായിട്ട്. നമ്മൾ വെക്കുന്ന സമയത്ത് ഇതിന് ചാർജ് ഇല്ലായിരുന്നു, പിന്നെ ഈ ഫ്രീ ഇലക്ട്രോണിന്റെ കളി കൊണ്ട് ചാർജ് കിട്ടുകയാണ്. അങ്ങനെ ഉണ്ടാകുന്ന ചാർജിന്റെ പേരാണ് ഇൻഡ്യൂസ്ഡ് ചാർജസ്. അപ്പോൾ ഇവിടെ ഔട്ടർ സൈഡ് പോസിറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ആവും, ഇന്നർ സൈഡ് നെഗറ്റീവ് ചാർജ് ഇൻഡ്യൂസ്. ഫ്രീ ഇലക്ട്രോൺ ഇങ്ങനെ ഷിഫ്റ്റിംഗ് നടക്കും. സോ ഔട്ടർ സൈഡ് ബിക്കം പോസിറ്റീവ്, ഇന്നർ സൈഡ് ബിക്കം നെഗറ്റീവ്. ഈ ചാർജിന്റെ പേരാണ് ഇൻഡ്യൂസ്ഡ് ചാർജസ്. ചുരുക്കി പറഞ്ഞാൽ ഇത് കണ്ടക്ടർ ആയതുകൊണ്ട് ഇതിലെത്ര ചാർജ് ഉണ്ടോ അത്ര തന്നെ നെഗറ്റീവ് ചാർജ് ഇവിടെ ഇൻഡ്യൂസ് ആവും, അത്ര തന്നെ പോസിറ്റീവ് ചാർജ് അതിലും ഇൻഡ്യൂസ് ആവും, ഔട്ടർ സൈഡിലും ഇൻഡ്യൂസ് ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ വെക്കുന്ന സമയത്ത് ഇതിന് ചാർജ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ചാർജുള്ള ഈ ബോഡീന്റെ അടുത്ത് വെച്ചാൽ അതിലുള്ള ഫ്രീ ഇലക്ട്രോൺ ഷിഫ്റ്റിംഗിന്റെ ഫലമായിട്ട് അതിൽ പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ഇനി ഔട്ടർ സൈഡിലുള്ള പോസിറ്റീവ് ചാർജിനെ നമ്മൾ ഔട്ടർ സൈഡ് ഇവിടെ എർത്ത് ചെയ്തു. എർത്തിങ് നമ്മൾ ആദ്യം പറഞ്ഞതാണ്. നെഗറ്റീവ് ചാർജ് ആണുള്ളത്. ഇത് എർത്തിങ് എന്താ, ഒരു കണ്ടക്ടിങ് വയർ വഴി എർത്തുമായിട്ട് കണക്ട് ചെയ്യുക അല്ലെ. അപ്പോൾ ഇതിൽ നെഗറ്റീവ് ചാർജ് ആണുള്ളതെങ്കിൽ നെഗറ്റീവ് ചാർജ് ഒക്കെ കണ്ടക്ടിങ് വയർ വഴി എർത്തിലേക്ക് ഫ്ലോ ചെയ്യും. പക്ഷെ ഈ ഔട്ടർ സൈഡിൽ പോസിറ്റീവ് ചാർജ് ആണുള്ളത്. പോസിറ്റീവ് ചാർജ് ആണ് എന്തായിരുന്നു സംഭവിക്കുക, എർത്തിൽ നിന്ന് നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് വരും. നെഗറ്റീവ് ചാർജ് ഉദ്ദേശിക്കുന്ന ഇലക്ട്രോൺ ആണ്. ഇങ്ങോട്ട് വന്നിട്ട് നെഗറ്റീവ് ചാർജ് വന്നിട്ട് ഈ പോസിറ്റീവിനെ എല്ലാം ന്യൂട്രൽ ആക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ പോസിറ്റീവ് ചാർജ് എല്ലാം ന്യൂട്രൽ ആവും. ഔട്ടർ സൈഡിലുള്ള പോസിറ്റീവിനെ നമുക്ക് എർത്തിങ് വഴി ഒഴിവാക്കാം. ഓക്കെ, ഇനി എന്താ സംഭവിക്കുക, ഇന്നർ സൈഡിൽ നെഗറ്റീവ് ഉണ്ട്. ഈ നെഗറ്റീവിന് ഇവിടെ പോസിറ്റീവ് ഉണ്ട്. ഈ പോസിറ്റീവ് അട്രാക്ട് ചെയ്ത് അവിടെ വെക്കും. അപ്പൊ ഈ നെഗറ്റീവ് ഇവിടെ തന്നെ നിൽക്കും, ഇന്നർ സൈഡിൽ തന്നെ. പക്ഷെ ഔട്ടർ സൈഡിലുള്ള പോസിറ്റീവിനെ നമുക്ക് എർത്തിങ് വഴി എലിമിനേറ്റ് ചെയ്യാം. ഇനി നമ്മൾ ഇപ്പൊ തൊട്ട് മുന്നേ പറഞ്ഞ പോയിന്റിലേക്ക് വരുന്നു. ഇവിടെ ഇപ്പൊ ഈ പോസിറ്റീവ് ചാർജിന്റെ അടുത്ത് നെഗറ്റീവ് ചാർജ് വന്നു. നമ്മൾ എന്തായിരുന്നു പഠിച്ചത്, നെഗറ്റീവ് ചാർജ് വന്ന നെഗറ്റീവ് ചാർജിന്റെ പ്രസൻസ് കാരണം ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ എന്താണെന്ന് പഠിച്ചാൽ കുറയും. അതല്ലേ ഇപ്പൊ തൊട്ട് മുന്നേ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇതിന്റെ കപ്പാസിറ്റൻസ് നമ്മൾ എഴുതുമ്പോൾ കപ്പാസിറ്റൻസ് ഓഫ് പ്ലേറ്റ് എ എത്രയായിരുന്നു, Q/V ആയിരുന്നു. ഈ പ്ലേറ്റിന്റെ കപ്പാസിറ്റൻസ് ഈ പ്ലേറ്റ് വരുന്നതിന് മുന്നേ. ഇപ്പോൾ ആ പ്ലേറ്റിൽ നെഗറ്റീവ് ചാർജ് ഉണ്ടായി. നെഗറ്റീവ് ചാർജിന്റെ പ്രസൻസ് കാരണം ഇവിടെ ഏതൊരു പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ എന്താവും, കുറയും. അതുപോലെ എ എന്ന് പറഞ്ഞ പ്ലേറ്റിന്റെ പൊട്ടൻഷ്യൽ എത്രയായിരുന്നു, V ആയിരുന്നു. അപ്പോൾ ഈ നെഗറ്റീവ് ചാർജിന്റെ പ്രസൻസ് കാരണം ഇവിടെയുള്ള എല്ലാ പോയിന്റിലുള്ള പൊട്ടൻഷ്യലും കുറയും. അതുപോലെ എ എന്ന് പറഞ്ഞ പ്ലേറ്റിന്റെ മുകളിലുള്ള സർഫസിലുള്ള പോയിന്റ് ഇല്ലേ, ആ പോയിന്റിലുള്ള പൊട്ടൻഷ്യലും കുറയും. അപ്പൊ ഈ നെഗറ്റീവ് ചാർജിന്റെ പ്രസൻസ് കാരണം ഇവിടെയുള്ള പൊട്ടൻഷ്യൽ കുറയും. നേരത്തെ പൊട്ടൻഷ്യൽ V ആയിരുന്നു, പക്ഷെ അത് കുറച്ച് കുറയും. അപ്പൊ പൊട്ടൻഷ്യലി V-V' ആയി വെച്ചോ, എത്ര കുറഞ്ഞു, V' കുറഞ്ഞു. ആ V' കുറയാൻ കാരണം ആരാണ്, ഈ നെഗറ്റീവ് ചാർജിന്റെ പ്രസൻസ് ആണ്. നെഗറ്റീവ് ചാർജിന്റെ പ്രസൻസ് കാരണം ഇവിടെ പൊട്ടൻഷ്യൽ ഡിക്രീസ് ആവും. അപ്പോൾ V എന്നുള്ളത് കുറച്ച് കുറഞ്ഞു, V-V' ആയി. എന്നാൽ ഇതൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയി മാറി. പൊട്ടൻഷ്യൽ കുറച്ച് കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ പ്ലേറ്റിന്റെ കപ്പാസിറ്റൻസ് എന്താവും, നൗ
ഈ എ എന്നുള്ള പ്ലേറ്റിന്റെ കപ്പാസിറ്റൻസ് സി ഡാഷ് എന്തായി മാറും? ക്യൂ ബൈ ഇതിന്റെ ഇവിടെയുള്ള പൊട്ടൻഷ്യൽ വി മാറിയിട്ട് വി മൈനസ് വി ഡാഷ് ആയി, കുറച്ച് കുറഞ്ഞു പോയി. അതിന് കാരണക്കാരൻ നെഗറ്റീവ് ചാർജ് ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ വി മൈനസ് വി ഡാഷ് ആയി. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിക്രീസ് ആയി, പൊട്ടൻഷ്യൽ കുറഞ്ഞു. ഓക്കെ, പൊട്ടൻഷ്യൽ കുറഞ്ഞു, അപ്പൊ ഡിനോമിനേറ്റർ കുറഞ്ഞു, അപ്പൊ കപ്പാസിറ്റൻസ് കൂടും. ഈ കപ്പാസിറ്റൻസ് കൂടുതലായിരിക്കും. പൊട്ടൻഷ്യൽ കുറഞ്ഞു, അതുവഴി കപ്പാസിറ്റൻസ് കൂടി. ദർഫോർ സി ഡാഷ് ഗ്രേറ്റർ ദാൻ സി ആയിരിക്കും. അപ്പോൾ ഈ എ എന്ന് പറയുന്ന പ്ലേറ്റിന്റെ കപ്പാസിറ്റൻസ് കൂടി. അപ്പൊ കപ്പാസിറ്റൻസ് കൂടാൻ നമ്മൾ എന്താ ചെയ്തത്? ഇതിന്റെ കപ്പാസിറ്റൻസ് കൂടി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? കപ്പാസിറ്റൻസ് കൂടി എന്ന് പറഞ്ഞാൽ ചാർജിനെ ഉൾക്കൊള്ളാനുള്ള കഴിവ് കൂടി എന്നാണ്. നമുക്ക് നേരത്തെ നമ്മൾ മാക്സിമം ചാർജ് കൊടുത്തല്ലോ. എന്ന് വെച്ചാൽ ഇപ്പൊ പൊട്ടൻഷ്യൽ കുറഞ്ഞു ഇതിന്റെ, അതുവഴി കപ്പാസിറ്റൻസ് കൂടി. കപ്പാസിറ്റൻസ് കൂടി എന്ന് പറഞ്ഞാൽ ചാർജിനെ ഉൾക്കൊള്ളാനുള്ള കഴിവ് കൂടി. എന്ന് വെച്ചാൽ നമുക്ക് ഇനിയും വേണമെങ്കിൽ ചാർജ് കൊടുക്കാം എന്നർത്ഥം. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു കപ്പാസിറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. എന്താക്കിയാ ചെയ്തത്? ഇതിന് പോസിറ്റീവ് ചാർജ് കൊടുത്തു, മാക്സിമം ചാർജ് കൊടുത്തു. അതിന്റെ ഫലമായിട്ട് അതിന്റെ പൊട്ടൻഷ്യൽ മാക്സിമം ആയി. സോ കപ്പാസിറ്റൻസ് ക്യൂ ബൈ വി ആണ്. ഇതിനടുത്ത് ഒരു അൺചാർജ് നമ്മൾ വെക്കുന്ന സമയത്ത് അതിന് അൺചാർജ്ഡ് ആയിരുന്നു പ്ലേറ്റ്. അൺചാർജ്ഡ് കണ്ടക്ടിങ് പ്ലേറ്റ് ആണ്. ഓക്കെ, അപ്പൊ അതിലെ ഫ്രീ ഇലക്ട്രോൺ ഔട്ടർ സൈഡിൽ നിന്ന് ഇന്നർ സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഇന്നർ സൈഡ് നെഗറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യും, ഔട്ടർ സൈഡ് പോസിറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യും. ഔട്ടർ സൈഡിലുള്ള പോസിറ്റീവ് ചാർജിനെ നമുക്ക് എർത്തിങ് വഴി റിമൂവ് ചെയ്യാം. ഓക്കെ, ഈ നെഗറ്റീവിനെ, ഈ ഇന്നർ സൈഡിലുള്ള നെഗറ്റീവിനെ ഈ പോസിറ്റീവ് അട്രാക്ട് ചെയ്ത് നിർത്തും. ഈ നെഗറ്റീവിന്റെ പ്രസൻസ് കാരണം ഇവിടെയുള്ള എല്ലാ പോയിന്റിലും പൊട്ടൻഷ്യൽ ഡിക്രീസ് ആവും. അതുപോലെ ഇവിടെയുള്ള പൊട്ടൻഷ്യൽ ഡിക്രീസ് ആവും. അപ്പോൾ പൊട്ടൻഷ്യൽ നേരത്തെ വി മൈനസ് വി ഡാഷ് ആയിരുന്നു, നേരത്തെ വി ആയിരുന്നു. നെഗറ്റീവ് ചാർജിന്റെ പ്രസൻസ് കാരണം കുറച്ച് ഡിക്രീസ് ആവും. അപ്പോൾ ഇവിടെയുള്ള പൊട്ടൻഷ്യൽ കുറച്ച് കുറഞ്ഞു, വി ഡാഷ് കുറഞ്ഞു. അപ്പോൾ വി മൈനസ് വി ഡാഷ് ആയി. അപ്പോൾ കപ്പാസിറ്റൻസ് എ എന്നുള്ള പ്ലേറ്റിന്റെ കപ്പാസിറ്റൻസ് എത്രയായി? ക്യൂ ബൈ വി മാറി, ക്യൂ ബൈ വി മൈനസ് വി ഡാഷ് ആയി. സോ പൊട്ടൻഷ്യൽ ഡിക്രീസ് ആയി, അതുവഴി കപ്പാസിറ്റൻസ് കൂടി. അപ്പോൾ ഒരു പ്ലേറ്റിന്റെ കപ്പാസിറ്റൻസ് എങ്ങനെ കൂട്ടാം? ഇതിന്റെ അടുത്ത് ഒരു അൺചാർജ്ഡ് ആൻഡ് എർത്തഡ്, നമ്മൾ ആദ്യം വെക്കുന്ന സമയത്ത് ഇത് അൺചാർജ്ഡ് ആയിരുന്നു, പിന്നെ ആ ഫ്രീ ഇലക്ട്രോണിന്റെ കളി കൊണ്ട് ഇൻഡ്യൂസ്ഡ് ചാർജ് കിട്ടിയതാണ്. അല്ലാണ്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇത് വെക്കുന്ന സമയത്ത് ഇത് അൺചാർജ്ഡ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഈ പ്ലേറ്റിന്റെ കപ്പാസിറ്റൻസ് എങ്ങനെ കൂട്ടാം? ഇതിന്റെ അടുത്തൊരു അൺചാർജ്ഡ് ആൻഡ് എർത്തഡ് പ്ലേറ്റ് വെച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഫ്രീ ഇലക്ട്രോൺ ഷിഫ്റ്റിംഗ് കൊണ്ട് ഇന്നർ സൈഡ് നെഗറ്റീവായി, ഔട്ടർ സൈഡിലുള്ള പോസിറ്റീവ് എർത്തിങ് കാരണം പോയി. ഇവിടെയുള്ള പൊട്ടൻഷ്യൽ, അത് കാരണം നെഗറ്റീവ് കാരണം ഇവിടെയുള്ള പൊട്ടൻഷ്യൽ കുറയും, അതുവഴി കപ്പാസിറ്റൻസ് കൂടും. സോ കപ്പാസിറ്റൻസ് ഓഫ് എ പ്ലേറ്റ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ പ്ലേസിംഗ് an uncharged and earthed conductor nearby. ഇതിന്റെ അടുത്തായിട്ട് ഒരു അൺചാർജ്ഡ് ആൻഡ് എർത്തഡ് കണ്ടക്ടർ വെച്ചാൽ മതി. പിന്നെ ഇൻഡ്യൂസ്ഡ് ചാർജ് എല്ലാം വന്ന് ഇവിടെയുള്ള എ എന്നുള്ള പ്ലേറ്റിന്റെ പൊട്ടൻഷ്യൽ കുറയും, അതുവഴി കപ്പാസിറ്റൻസ് കൂടും. ദിസ് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ കപ്പാസിറ്റർ. ഓക്കെ, സോ ഈ പ്ലേറ്റ് ഉണ്ടല്ലോ, ഈ പ്ലേറ്റ് നമ്മൾ കുറച്ചുകൂടി അടുത്ത് വെക്കുകയാണെങ്കിൽ, ഇതിനെ ഇവിടെ നിന്ന് എടുത്തിട്ട് കുറച്ചുകൂടി അടുത്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു കപ്പാസിറ്റൻസ് ഇനിയും കൂടും. കാരണം എന്താ? കുറച്ചുകൂടി അടുത്ത് വെക്കുമ്പോൾ നെഗറ്റീവ് ചാർജിന്റെ പ്രസൻസ് കാരണമല്ലേ ഇവിടെ പൊട്ടൻഷ്യൽ കുറയുന്നത്. അപ്പൊ ഇത് കുറച്ചുകൂടി അടുത്ത് വെക്കുമ്പോൾ അതിന്റെ പ്രസൻസ് കാരണം ഇവിടെ പൊട്ടൻഷ്യൽ നന്നായിട്ട് കുറയും. പൊട്ടൻഷ്യൽ നന്നായിട്ട് കുറയുമ്പോൾ കപ്പാസിറ്റൻസ് നന്നായിട്ട് കൂടും. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയും തോറും ഇവിടെയുള്ള പൊട്ടൻഷ്യൽ നന്നായിട്ട് കുറയും. നെഗറ്റീവ് ചാർജിന്റെ ഇത് പ്രസൻസ് കാരണം ഇവിടെയുള്ള പൊട്ടൻഷ്യൽ നന്നായിട്ട് കുറയും, അതുവഴി കപ്പാസിറ്റൻസ് കൂടും. ഓക്കെ, ദിസ് ഈസ് എ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ കപ്പാസിറ്റർ. ഓക്കെ, capacitance of a parallel plate capacitor. Capacitance of a parallel plate capacitor. അപ്പോൾ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ അതിൽ ഒരു രണ്ട് പാരലൽ ആയിട്ട് രണ്ട് പ്ലേറ്റുകൾ ഉണ്ടാവുക. രണ്ട് പാരലൽ പ്ലേറ്റുകളാണ് ഉണ്ടാവുക, രണ്ട് കണ്ടക്ടിങ് പ്ലേറ്റുകളാണ് ഉണ്ടാവുക. ഇവർ തമ്മിൽ ഡിസ്റ്റൻസ് വളരെ കുറവായിരിക്കും. ഓക്കെ, ഇതിന് പോസിറ്റീവ് ചാർജ് നൽകുന്നു. ഇത് രണ്ട് ലൈനല്ലേ, രണ്ട് പ്ലേറ്റുകളാണ്. അപ്പോൾ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ രണ്ട് കണ്ടക്ടിങ് പ്ലേറ്റ് ഇങ്ങനെ പാരലൽ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കും. ഈ പ്ലേറ്റ്, ഇത് രണ്ട് പ്ലേറ്റ് ആണ്. പ്ലേറ്റിന്റെ ഏരിയ നമ്മൾ എ എന്ന് വിളിക്കുന്നത്. ഏരിയ ആണ് എ. പ്ലേറ്റുകൾ ഇതിന്റെ ഏരിയയും എ തന്നെ. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡി ആണ്. ഇതിൽ ഒരു പ്ലേറ്റിന് നമ്മൾ പോസിറ്റീവ് ചാർജ് നൽകുന്നു,
അപ്പോൾ മറ്റേതിൽ എന്ത് ചെയ്യുന്നു? ഇന്നർ സൈഡിൽ നെഗറ്റീവ് ചാർജ്, ഫ്രീ ഇലക്ട്രോൺ ഷിഫ്റ്റിംഗ് നടക്കുന്നു. സോ ഇന്നർ സൈഡിൽ നെഗറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു, ഇതിന് തുല്യമായ നെഗറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഔട്ടർ സൈഡിൽ പോസിറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഔട്ടർ സൈഡിലുള്ള പോസിറ്റീവിനെ നമ്മൾ എർത്തിങ് വഴി റിമൂവ് ചെയ്യുന്നു, നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. അങ്ങനെയാവുമ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ പോസിറ്റീവും നെഗറ്റീവും വന്നു. അപ്പോൾ ഇവിടെയുള്ള കപ്പാസിറ്റൻസ്, ഇതിന്റെ കപ്പാസിറ്റൻസ് Q/V എന്നായിരുന്നു. പക്ഷെ പോസിറ്റീവിന്റെ അടുത്ത് നെഗറ്റീവ് വന്നാൽ നെഗറ്റീവ് കാരണം ഇവിടെയുള്ള പൊട്ടൻഷ്യൽ കുറഞ്ഞു. അപ്പൊ പൊട്ടൻഷ്യൽ V-V' ആയിരുന്നു. അപ്പൊ ഡിനോമിനേറ്റർ, അപ്പൊ കപ്പാസിറ്റൻസ് Q/V-V' ആയി. V-V' എന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്, അല്ലെ? നെഗറ്റീവിന്റെ പ്രസൻസ് കാരണം പൊട്ടൻഷ്യൽ കുറച്ച് കുറയുമല്ലോ, ഇവിടെയുള്ള പൊട്ടൻഷ്യൽ കുറച്ച് കുറയുമല്ലോ. അപ്പൊ ഡിനോമിനേറ്റർ എന്തായി? ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയി. അതാണ് ഈ രണ്ട് പ്ലേറ്റ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത് ഡിനോമിനേറ്ററിൽ. അപ്പൊ ഇപ്പൊ കപ്പാസിറ്റൻസിന്റെ ഫോർമുല C = Q/, ഇവർ രണ്ട് പ്ലേറ്റ് പോസിറ്റീവ് നെഗറ്റീവ് പ്ലേറ്റും വരുമ്പോൾ ഡിനോമിനേറ്ററിൽ വരേണ്ടത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഈ രണ്ട് പ്ലേറ്റ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പോസിറ്റീവിന്റെ അടുത്ത് ഹൈ പൊട്ടൻഷ്യൽ, നെഗറ്റീവിന്റെ അടുത്ത് ലോ പൊട്ടൻഷ്യൽ. ഹൈ പൊട്ടൻഷ്യൽ ടു ലോ പൊട്ടൻഷ്യൽ ആയിരുന്നു ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഹൈ പൊട്ടൻഷ്യൽ ടു ലോ പൊട്ടൻഷ്യൽ. സോ ദർ ഇസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലേറ്റ്സ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകുമ്പോഴാണ് അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ രണ്ട് ഷീറ്റുകളെല്ലാം വെച്ചാൽ നമ്മളിങ്ങനെ റീജിയൻ 1, റീജിയൻ 2, റീജിയൻ 3 എന്നെല്ലാം പറഞ്ഞിട്ട് ഓരോ റീജിയനിൽ ഇലക്ട്രിക് ഫീൽഡ് ചെയ്തിന്. ഇങ്ങനെ ഒരു പോസിറ്റീവ് പ്ലേറ്റും അതിന് തുല്യമായ നെഗറ്റീവ് പ്ലേറ്റും അതേപോലെ ചാർജ് ഡിസ്ട്രിബ്യൂഷനുള്ള നെഗറ്റീവ് പ്ലേറ്റും വെച്ചാൽ അതിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഫോർമുല ഇങ്ങനെയായിരുന്നു, σ/ε0 എന്നായിരുന്നു. അപ്പൊ പോസിറ്റീവ് നെഗറ്റീവ് പ്ലേറ്റ് വന്നതുകൊണ്ട് ഈ ഡിനോമിനേറ്ററിൽ വരേണ്ടത് നമ്മൾ കണ്ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്, അതായത് V-V'. ഇവർ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് അവിടെ വരേണ്ടത്. ഈ പ്ലേറ്റിന്റെ രണ്ട് ഷീറ്റിന്റെ ഇതിന്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി +σ, ഇതിന്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി -σ. സിഗ്മ എന്ന് വെച്ചാൽ മൈനസ് ഉദ്ദേശിക്കുന്ന അതിനകത്ത് നെഗറ്റീവ് ചാർജ് ആണ് ഉള്ളതെന്നാണ്. സിഗ്മ എന്ന് വെച്ചാൽ Q/A, ചാർജ് ബൈ ഏരിയ. ഈ പ്ലേറ്റിന്റെ ഏരിയ എടുക്കണം. σ = Q/A. Q എന്ന് വെച്ചാൽ ഇതിനകത്തുള്ള മൊത്തം ചാർജ്. Q/A എടുത്താൽ സിഗ്മയായി. പോസിറ്റീവ് നെഗറ്റീവ് പ്ലേറ്റ് വെച്ചാൽ അതിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഫീൽഡ് σ/ε0 ആണ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ അറിയാം, ഇലക്ട്രിക് ഫീൽഡ് = -ΔV/ΔR എന്ന് വെച്ചാൽ, ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ΔV എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബൈ ഡിസ്റ്റൻസ്, ഇതായിരിക്കും ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പോ നമുക്ക് ഇവിടെ കപ്പാസിറ്റൻസ് കാണാൻ നമുക്ക് ഡിനോമിനേറ്ററിൽ വേണ്ടത് പോസിറ്റീവ് നെഗറ്റീവ് രണ്ട് പ്ലേറ്റ് വന്നാൽ ഇവിടെ വേണ്ടത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലേറ്റ്സ്. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെ കാണും? പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാൻ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ആയി. ഇതിനിടയിൽ ഉണ്ടാകുന്ന ഫീൽഡ് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ്, അല്ലെ? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാൻ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഡിസ്റ്റൻസ് എടുത്തായി. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലേറ്റ്സ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്, അതിനെ ഞാൻ V കൊണ്ട് ഡിനോട്ട് ചെയ്തു. ഇത്രയും സമയം നമ്മൾ പൊട്ടൻഷ്യലിനെ ആയിരുന്നു V കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി അങ്ങോട്ട് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് V കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെ കാണാമെന്നാ പറഞ്ഞേ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെ കാണാം? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇതാണ്. ഇവിടെ രണ്ട് പ്ലേറ്റ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലേ പറയുന്നത്? ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് D ആണ്. സോ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഡിസ്റ്റൻസ്, E × D. ഇതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് എന്തായി മാറും? ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? σ/ε0 ആണ്. പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് ഉള്ള ഷീറ്റ് വെച്ചാൽ, പ്ലേറ്റ് വെച്ചാൽ അതിന്റെ ഇൻസൈഡ് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് σ/ε0 ആണ്. സോ ഇലക്ട്രിക് ഫീൽഡ് σ/ε0 × D വരും. ഓക്കെ, ദർഫോർ കപ്പാസിറ്റൻസ് എന്താവും? C = Q/V എന്നാണ് ഫോർമുല. ഓക്കെ, നമുക്കറിയാം σ = Q/A ആണ്. Q എന്ന് വെച്ചാൽ σA ആണ്. കപ്പാസിറ്റൻസ് എടുക്കുമ്പോൾ നമ്മൾ Q എടുക്കുന്നില്ലേ? ഈ Q എന്ന് പറയുന്നത് ഈ ഒരു പ്ലേറ്റിലുള്ള ചാർജ് ആണ്. Q. V എന്നുള്ളത് രണ്ട് പ്ലേറ്റ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഓക്കെ, സോ Q = σA വരും. സോ കപ്പാസിറ്റൻസ് = σA ഡിവൈഡ് ബൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്?
ബിറ്റ്വീൻ ദ പ്ലേറ്റ്? സിഗ്മ ബൈ അപ്സിലോൺ 0 ഇൻറ്റു ഡി ആണ്. സോ ക്യൂവിന് പകരം സിഗ്മ എ, പൊട്ടൻഷ്യൽ ഡിഫറൻസിന് പകരം ഈ ഇക്വേഷൻ കൊടുത്തു. സിഗ്മ സിഗ്മ ക്യാൻസൽ, ദർഫോർ കപ്പാസിറ്റൻസ് എത്രയാവും? ടേക്ക് അപ്സിലോൺ 0 ടു ന്യൂമറേറ്റർ. സോ അപ്സിലോൺ 0 എ ബൈ ഡി ആവും. ദിസ് ഈസ് ദ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഇതിന്റെ പേരാണ് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. രണ്ട് പ്ലേറ്റ് ഇങ്ങനെ പാരലൽ ആയിട്ടുണ്ടാവും. ഈ പ്ലേറ്റിന്റെ മുകളിലാണ് ചാർജിനെ സ്റ്റോർ ചെയ്യുക. ഓക്കെ, അതിന്റെ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ ആണ് അപ്സിലോൺ 0 എ ബൈ ഡി. സോ ഏരിയ ഇൻക്രീസ് ആകുമ്പോൾ കപ്പാസിറ്റൻസ് കൂടും. അപ്പോൾ കപ്പാസിറ്റൻസ് ഏരിയക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, പ്ലേറ്റിന്റെ ഏരിയക്ക്. പിന്നെ ഡിസ്റ്റൻസ് കുറയുമ്പോൾ കപ്പാസിറ്റൻസ് കൂടും. അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഡിസ്റ്റൻസ് കുറയുമ്പോൾ എന്താ സംഭവിക്കുക? ഡിസ്റ്റൻസ് കുറയുമ്പോൾ ആ നെഗറ്റീവ് കാരണം ഇവിടെയുള്ള പൊട്ടൻഷ്യൽ വല്ലാതെ കുറയും. അതിന്റെ ഫലമായിട്ട് കപ്പാസിറ്റൻസ് കൂടുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കപ്പാസിറ്റൻസിന്റെ ഫോർമുല അപ്സിലോൺ 0 എ ബൈ ഡി എന്നാണ്. കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഇത് നമ്മൾ ഈ രണ്ട് പ്ലേറ്റിന്റെ ഇൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ് നമ്മൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ ഒരു ഡൈ ഇലക്ട്രിക് മീഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇതിന്റെ ഉള്ളിലായിട്ട് ഒരു ഡൈ ഇലക്ട്രിക് മീഡിയം, ഒരു ഇൻസുലേറ്റിംഗ് മീഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഒരു മീഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതിന്റെ ഇൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊരു ഡൈ ഇലക്ട്രിക് മീഡിയം വെച്ചു. ഓക്കെ, ഓരോ മീഡിയത്തിനും ഓരോ ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് ഉണ്ട് അല്ലെ? ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് കെ ആണ്. അത് മീഡിയം മാറുന്നതിന് ഡൈ ഇലക്ട്രിക് മീഡിയം എന്ന് പറഞ്ഞാൽ ഇൻസുലേറ്റിംഗ് ആണ്. ഇൻസുലേറ്റിംഗ് മീഡിയം ഈ ഫുൾ സ്പേസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിന്റെ ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് കെ ആണ്. മീഡിയം മാറുന്നതിനനുസരിച്ച് ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് മാറും. അപ്പൊ ഫുള്ളായിട്ട് മീഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ്, ഇതിനുള്ളിൽ നേരത്തെ ഫ്രീ സ്പേസ് ആയിരുന്നു അല്ലെങ്കിൽ എയർ ആയിരുന്നു. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ ഫോർമുല സിഗ്മ ബൈ അപ്സിലോൺ 0 എന്നാണ്. ഇവിടെ ഫുള്ളായിട്ട് മീഡിയം വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഉള്ളിലുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് സിഗ്മ ബൈ അപ്സിലോൺ 0 എന്ന് എഴുതുക. അപ്സിലോൺ 0 എന്ന് വെച്ചാൽ എന്താണ്? പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അപ്പൊ ഫ്രീ സ്പേസ് ആണെങ്കിലാണ് അപ്സിലോൺ 0 എഴുതുക. മീഡിയം വന്നു കഴിഞ്ഞാൽ അപ്സിലോൺ 0ന്റെ സ്ഥാനത്ത് എന്ത് എഴുതണം? കെ അപ്സിലോൺ 0 എന്ന് എഴുതണം അല്ലെ? അങ്ങനെയല്ലേ പഠിച്ചത്? അപ്സിലോൺ 0ന്റെ കൂടെ കെ അപ്സിലോൺ 0 എന്ന് എഴുതണം. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഡിനോമിനേറ്ററിൽ കെ വരും. ഇപ്പൊ ഫ്രീ സ്പേസ് ആണ് എന്താ സംഭവിക്കുന്നത്? ഫ്രീ സ്പേസ് ആണെങ്കിൽ കെ 1 ആണ്. അപ്പൊ സിഗ്മ ബൈ അപ്സിലോൺ 0. വേറെ ഏത് മീഡിയം വെച്ചാലും കെന്റെ വാല്യൂ 1നേക്കാൾ കൂടുതലാണ്. അപ്പോൾ അതിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് കുറയും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഡൈഇലക്ട്രിക് മീഡിയം വെക്കുന്ന നേരം ഇലക്ട്രിക് ഫീൽഡ് കുറയും. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയായി മാറും. സിഗ്മ ബൈ കെ അപ്സിലോൺ 0 എന്നായി മാറും. കെന്റെ പേരാണ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. സോ ഇവിടെ സിഗ്മ ബൈ കെ അപ്സിലോൺ 0 വരും. ഇവിടെ സിഗ്മ ബൈ കെ അപ്സിലോൺ 0. അപ്പൊ കെയും കൂടി ന്യൂമറേറ്ററിലേക്ക് പോകും. എന്ന് പറഞ്ഞാൽ ഡൈഇലക്ട്രിക് മീഡിയം വെക്കുന്ന നേരം ഈ അപ്സിലോൺ 0 എവിടെയുണ്ടോ അതിന്റെ കൂടെ ഒരു കെയും കൂടി വരും. അപ്പോൾ കപ്പാസിറ്റൻസ്, ന്യൂ കപ്പാസിറ്റൻസ് എന്തായി മാറും? കെ അപ്സിലോൺ 0 എ ബൈ ഡി ആവും. അപ്പോ ഇതിനുള്ളില് ഫ്രീ സ്പേസ് ആണെങ്കിൽ അല്ലെങ്കിൽ എയർ ആണെങ്കിൽ കപ്പാസിറ്റൻസ് അപ്സിലോൺ 0 എ ബൈ ഡി ആണ്. ഇതിനുള്ളിൽ നമ്മളൊരു ഡൈഇലക്ട്രിക് മീഡിയം ഫുള്ളായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ കപ്പാസിറ്റൻസ് കെ അപ്സിലോൺ 0 എ ബൈ ഡി എന്നാണ്. കെ ഇസ് കോൾഡ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. അപ്പോൾ ഇവിടെയുള്ള മീഡിയം മാറുന്നതിനനുസരിച്ച് ഓരോ മീഡിയത്തിനും ഓരോ വാല്യൂ ആണ് കെക്ക്. മീഡിയം മാറുന്നതിനനുസരിച്ച് കെന്റെ വാല്യൂ മാറും. അപ്പൊ മീഡിയം മാറുന്നതിനനുസരിച്ച് കെ മാറും. കെ മാറുന്നതിന് കപ്പാസിറ്റൻസ് മാറും. സോ കപ്പാസിറ്റൻസ് ആരെ ഡിപ്പെൻഡ് ചെയ്യും? മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. മീഡിയം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചല്ലേ കെ ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ കപ്പാസിറ്റൻസ് ആരെല്ലാം ഡിപ്പെൻഡ് ചെയ്യും? പ്ലേറ്റിന്റെ ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യും. പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ അവിടെയുള്ള മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. മീഡിയം ചേഞ്ച് ആകുമ്പോൾ കെ ചേഞ്ച് ആവും. അപ്പൊ കപ്പാസിറ്റൻസ് ചേഞ്ച് ആവും. അപ്പൊ കപ്പാസിറ്റൻസ് ഓഫ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഡിപ്പെൻഡ്സ് അപ്പോൺ ഏരിയ ഓഫ് ദ പ്ലേറ്റ്, പിന്നെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്, പിന്നെ മീഡിയം, അവിടെയുള്ള മീഡിയത്തിനെയും ആണ് കപ്പാസിറ്റൻസ്, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് ടോപ്പിക് തുടങ്ങുന്നതിന് മുന്നേ ഒരു സ്ഫെറിക്കൽ കണ്ടക്ടറിന്റെ കപ്പാസിറ്റൻസ് പറഞ്ഞു. സ്ഫെറിക്കൽ കണ്ടക്ടറിന്റെ കപ്പാസിറ്റൻസ് 4 പൈ അപ്സിലോൺ 0 r. ഇത് വെച്ചിട്ട് നമ്മൾ എർത്തിന്റെ റേഡിയസ് കൊടുത്തിട്ട് എർത്തിന്റെ കപ്പാസിറ്റൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ സ്ഫെറിക്കൽ കണ്ടക്ടർ ആണെങ്കിൽ ഇതാണ് കപ്പാസിറ്റൻസിന്റെ ഫോർമുല. നമ്മളിപ്പോ കണ്ടത് പാരലൽ പ്ലേറ്റ്, ഇതാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. അതിന്റെ കപ്പാസിറ്റൻസ് ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള കഴിവ്, അതിന്റെ കപ്പാസിറ്റൻസിന്റെ ഫോർമുലയാണ് കെ അപ്സിലോൺ 0 എ ബൈ ഡി. ഉള്ളിൽ ഫുൾ ആയിട്ട് ഒരു ഡൈഇലക്ട്രിക് മീഡിയം ഉണ്ടെങ്കിൽ, മീഡിയം ഇല്ലെങ്കിൽ ഫ്രീ സ്പേസ് ആണെങ്കിൽ അപ്സിലോൺ 0 എ ബൈ ഡി ആണ് അതിന്റെ കപ്പാസിറ്റൻസിന്റെ ഫോർമുല. ഓക്കെ,
യെസ്. അപ്പോൾ നമുക്ക് ഈ ക്ലാസ് ഇവിടെ നിർത്താം. ബാക്കി കപ്പാസിറ്റൻസിന്റെ കൂടുതൽ കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ശരി.